പ്രിയപ്പെട്ടവരെ, ദ ബെസ്റ്റ് ഈസ് കമ്മിങ്. ദ ബെസ്റ്റ് വരുമ്പോൾ ദ ബെസ്റ്റ് തന്നെ വേണ്ടേ അവരെ സ്വീകരിക്കാനും. റിപ്പോർട്ടറിന്റെ സ്പോർട്സ് ടീം കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളിലെയും ഏറ്റവും സമ്പന്നമായ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ടറിനോടൊപ്പമാണ്. റിപ്പോർട്ടറിന്റെ സ്പോർട്സ് ടീം ഇതാ തയ്യാറായിരിക്കുന്നു ദ ബെസ്റ്റിനെ സ്വീകരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവെക്കാൻ. വിനേഷ് കുഞ്ഞിരാമൻ, അനൂപ് ഷൺമുഖൻ, ജയേഷ് പുക്കൂട്ടൂർ, ഹാരിസ് ഡൻമാറ, മുഹമ്മദ് ഷഫീഖ്, ഞങ്ങളുടെ സൗമേഷും ഞങ്ങളുടെ വിനീതയും അടക്കമുള്ളവരെല്ലാവരും ഡെസ്കിലുമുണ്ട്. അപ്പോൾ സ്വാഗതം. Vamos Argentina! Vamos Argentina! Vamos Argentina! പ്രിയപ്പെട്ടവരെ, കരുത്തരായ റിപ്പോർട്ടറിന്റെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, ദിവസങ്ങളായി നമ്മളുടെ കാത്തിരിപ്പ് മെസ്സി വരുമോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലായിരുന്നു. പലരും പലതും പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ഇത് പറയുന്നു, മെസ്സി വരൂട്ട എന്ന് തന്നെയാണ് പറയുന്നത്. വിനേഷ് കുഞ്ഞിരാമൻ, മെസ്സി വരുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തരംഗം എങ്ങനെയായിരിക്കും? ഒരു പൾസേറ്റിംഗ് മൊമെന്റ് ആയിരിക്കില്ലേ അത്? എന്ത് സംശയം, ഒരു സംശയമില്ല. ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഒരു ഇതിഹാസ താരം തന്നെയാണ്. ആ ലയണൽ മെസ്സിയെ കൺമുന്നിൽ കാണാനുള്ള അവസരം, കാരണം അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടില്ല ഒരു കപ്പ് ഉയർത്തുന്നു പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഇതിപ്പോൾ ടി വിയിലല്ല, കൺമുന്നിലാണ് ലയണൽ മെസ്സിയെയും അർജന്റീന സംഘത്തെയും ഓരോ മലയാളികൾക്കും കാണാനുള്ള അവസരം ഒരുങ്ങുന്നത്. കാലങ്ങളായുള്ള കാത്തിരിപ്പ്, കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപുള്ള വന്ന ആ ഒരു പ്രഖ്യാപനം, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24 പ്രഖ്യാപനം കായിക മന്ത്രി അന്നാണ് പറയുന്നത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം കേരളത്തിൽ വരും, ഇവിടെ പന്ത് തട്ടും എന്നത്. അതിനുശേഷമാണ് റിപ്പോർട്ടർ ടി വി അതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഡിസംബർ 20 ആകുമ്പോഴേക്കും ഒരു കരാറും ഒപ്പിടുന്നു, ഒക്ടോബറിലേക്ക് വരുമെന്നുള്ള. അതിനിടയിലാണ് ഞാൻ നേരത്തെ പോയ ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, അതിൽ അനൂപ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഒരു ഏറ്റവും തീവ്രമായ ഒരു മത്സരം, ഫുട്ബോളിലെ ഒരു നോക്കൌട്ട് മത്സരം പോലെ. അതിൽ കടുത്ത ടാക്ലിങ്ങൾ ഉണ്ടായിരുന്നു, കടുത്ത പ്രതിരോധം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് വന്ന എതിർ സ്വരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒറ്റ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇടങ്കാലിൽ പന്തും കൊരുത്തുകൊണ്ട് എതിരാളികളെ വെട്ടി ഒഴിഞ്ഞുകൊണ്ട് ഒടുവിൽ ഗോൾമുഖം തുറന്ന് ആ ഗോൾമുഖം തുറക്കപ്പെടുകയാണ്. ഇനി ഗോൾ അടിച്ചാൽ മതി.